എല്ലാവർക്കും നമസ്കാരം. 2026 വ്യാഴമാറ്റ ഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വർഷത്തെ വ്യാഴമാറ്റത്തെ നമുക്ക് 2 ഘട്ടങ്ങളായി തിരിക്കാം. കാരണം 2026 ജൂൺ 2-ന് വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് മാറുന്നുണ്ടെങ്കിലും അവിടെ അധികകാലം നിൽക്കാതെ അതിവേഗം സഞ്ചരിച്ച് 2026 ഒക്ടോബർ 31-ന് അതിചാരമായി ചിങ്ങൻ രാശിയിലേക്ക് മാറും. അതിനുശേഷം 2027 ജനുവരി 25-ന് വക്രഗതിയിൽ വീണ്ടും കർക്കിടക രാശിയിലേക്ക് തന്നെ തിരികെ വരികയും 2027 ജൂൺ 26 വരെ അവിടെ തുടരുകയും ചെയ്യും. വ്യാഴത്തിൻ്റെ ഈ വക്രഗതിയും ഉച്ചസ്ഥിതിയും അതിചാരവുമെല്ലാം അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള മേടക്കുള്ളിൽ ജനിച്ചവർക്ക് നൽകാൻ പോകുന്ന ഫലങ്ങളെക്കുറിച്ചും കുറേ നാളുകളായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ ഈ വ്യാഴമാറ്റത്തിന് സാധിക്കുമോ എന്നും പ്രത്യേകിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏഴരശനിയുടെ ദോഷഫലങ്ങളെ വ്യാഴമാറ്റം മൂലം മറികടക്കാൻ സാധിക്കുമോ എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത്. ശരി, ഇനി ഒട്ടും സമയം കളയാതെ മേടക്കൂറുകാരുടെ 2026 വ്യാഴമാറ്റ ഫലങ്ങളിലേക്ക് കടക്കാം. മേടക്കൂറുകാരെ സംബന്ധിച്ച് ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകാൻ പോകുന്ന വർഷമാണിത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി 3-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ അമിത അധ്വാനം, അലച്ചിൽ, തക്കതായ പ്രതിഫലം ലഭിക്കാത്ത അവസ്ഥ, സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം തുടങ്ങി പല പ്രശ്നങ്ങളിലൂടെയും നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വന്നു കാണും. എന്നാൽ 2026 ജൂൺ 2-ാം തീയതി വ്യാഴം കർക്കിടകത്തിലേക്ക് മാറുന്നതോടെ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ദോഷഫലങ്ങളെല്ലാം മാറിത്തുടങ്ങും. വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട ചില അനുകൂല ഫലങ്ങൾ ഈ സമയത്ത് ലഭിക്കുന്നതാണ്. തുടർന്ന് 2026 ഒക്ടോബർ 31-ാം തീയതി വ്യാഴം അതിചാരമായി 5-ാം ഭാവമായ ചിങ്ങം രാശിയിലേക്ക് മാറുന്നതോടെ വലിയ ഭാഗ്യാനുഭവങ്ങൾ മേടക്കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. ലോട്ടറി ഭാഗ്യം, അപ്രതീക്ഷിത ധനലാഭം തുടങ്ങി പല രീതിയിലും സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. 5-ൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണിത്. മക്കൾ മുഖേന മാതാപിതാക്കൾക്ക് സന്തോഷവും അഭിമാനവും ഉണ്ടാകും. വിദ്യാർത്ഥികളുടെ ഓർമ്മശക്തി വർദ്ധിക്കുകയും പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സാധിക്കുന്നതുമാണ്. പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. ജോലിസ്ഥലത്ത് നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം ഇനി മാറും. പ്രതീക്ഷിച്ച സ്ഥാനക്കയറ്റവും ശമ്പള വർധനയും ലഭിക്കും. വിദേശത്ത് ഉപരിപഠനത്തിനോ ജോലിക്കോ ശ്രമിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ തേടിയെത്തും. സർക്കാർ ജോലിക്കായി പരീക്ഷകൾ എഴുതുന്നവരുടെ വിജയസാധ്യത അധികരിക്കുന്ന സമയമാണിത്. IT, ഹെൽത്ത് കെയർ, ക്രിയേറ്റീവ് ഫീൽഡ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഈ കാലയളവിൽ ലഭിക്കുന്നതാണ്. അവിവാഹിതരായവർക്ക് നല്ല വിവാഹാലോചനകൾ വരികയും വിവാഹം മംഗളകരമായി നടക്കുകയും ചെയ്യും. ബിസിനസ് വിപുലീകരണത്തിന് ബാങ്ക് വായ്പകൾ ലഭ്യമാകും. സാമ്പത്തിക ലാഭം ഇരട്ടിക്കും. പഴയ കുടിശ്ശിക വന്നു ചേരും. സ്വന്തമായി പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തെളിയും. വ്യാഴം 9-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കും. പിതാവിനും ഗുണകരമായ സമയമാണിത്. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന വിദേശയാത്രകൾ സഫലമാകും. വ്യാഴം 11-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാം മാറി വരുമാനം അധികരിക്കും. ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം വിജയം നേടാനും സാധിക്കും. പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് മാറാനുള്ള സാധ്യതയും ഈ സമയത്ത് കൂടുതലാണ്. ജന്മരാശിയിലേക്ക് വ്യാഴദൃഷ്ടി വരുന്നതിനാൽ നിങ്ങളുടെ വാക്കിന് സമൂഹത്തിൽ വിലയുണ്ടാകും. നഷ്ടപ്പെട്ട സ്ഥാനമാനങ്ങൾ തിരികെ ലഭിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവരുടെ ആരോഗ്യം മെച്ചപ്പെടും. തുടർന്ന് 2027 ജനുവരി അവസാനം മുതൽ വ്യാഴം വക്രഗതിയിൽ വീണ്ടും 4-ാം ഭാവത്തിലേക്ക് തിരികെ പോകുന്നതിനാൽ താൽക്കാലികമായി കാര്യതടസ്സങ്ങളും ജോലി സംബന്ധമായ ചെറിയ പ്രശ്നങ്ങളും ഉണ്ടാകുമെങ്കിലും പിന്നീട് വ്യാഴം പൂർണ്ണമായും 5-ലേക്ക് മാറുന്നതിനാൽ അവയെല്ലാം മാറി അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, വ്യാഴം അനുകൂലമായ ഭാവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും ഏഴരശനിയുടെ കാലഘട്ടം കൂടിയാണ് നടക്കുന്നത്. അതിനാൽ വ്യാഴം തരുന്ന ഭാഗ്യങ്ങൾക്കൊപ്പം തന്നെ ശനിയുടെ ചില ദോഷഫലങ്ങളും അനുഭവത്തിൽ വരാം. അതുകൊണ്ട് ഈ കാലയളവിൽ ആരെയും അമിതമായി വിശ്വസിച്ച് പണം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. യാത്രകളിലും സാമ്പത്തിക ഇടപാടുകളിലും കൂടുതൽ ജാഗ്രത പാലിക്കുക. മൊത്തത്തിൽ നോക്കുമ്പോൾ വരാൻ പോകുന്ന വ്യാഴമാറ്റത്തിന് ശേഷം മേടക്കൂറുകാർക്ക് സാമ്പത്തിക പുരോഗതിയും കുടുംബത്തിൽ സന്തോഷവും ഐക്യവും ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം വിജയം ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മേടക്കൂറിൽ ജനിച്ചവരുടെ വ്യാഴമാറ്റ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ ഇടവക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.